നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇപ്പോൾ ശബരിമല കാലമാണ്, മണ്ഡലകാലം. അതുകൊണ്ട് തന്നെ ശബരിമല തീർത്ഥാടകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പൊതുജനാരോഗ്യ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറും ശബരിമല സ്റ്റേറ്റ് നോഡൽ ഓഫീസറുമായ ഡോക്ടർ AL ഷീജയാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, ശബരിമല കാലമാണ്, ഒരുപാട് തീർത്ഥാടകർ ശബരിമലയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങൾ, പൊതുവെ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം കരുതലുകളാണ് അവർ എടുക്കേണ്ടത്? തീർച്ചയായിട്ടും ശബരിമലക്കാലം എല്ലാവരും വളരെ നല്ലൊരു തീർത്ഥാടന കാലവും വ്രതം എടുത്തുകൊണ്ട് നോക്കുന്നൊരു കാലവുമായിട്ടാണ് ആചരിക്കുന്നത്. ഒരു വ്രതാനുഷ്ഠാനം തന്നെയാണ് ആരോഗ്യത്തിൻ്റെ ഒന്നാം നമ്പർ കാര്യം. കാരണം വെച്ചാൽ വെജിറ്റേറിയനായിട്ട് ഒരു കൃത്യമായൊരു വ്രതം അനുഷ്ഠിച്ച് വരുമ്പോൾ തന്നെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് കുറയാൻ അത് സഹായിക്കും. തീർച്ചയായിട്ടും അത് ആ ഒരു മല കയറ്റത്തിന് സൗകര്യമായിട്ടുള്ള ഒരു ശരീരസ്ഥിതി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. പിന്നെ അവർ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഒരു 4000-ന് മുകളിലുള്ളൊരു അടിയിലേക്കാണ്, ഒരു ഉയരത്തിലേക്കാണ് കയറുന്നത്. അപ്പോൾ ആ കയറുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും ഒരു സെഡൻറ്ററി ലൈഫാണുള്ളത്. അപ്പോൾ അത് മാറ്റിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം കയറി നടക്കുന്നതിനേക്കാൾ നല്ലത് ലഘു വ്യായാമങ്ങൾ അതിൽ മല കയറാൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കുറേശ്ശെയായിട്ട് ചെയ്തു തുടങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് മല കയറുമ്പോൾ അത് സുഗമമായിട്ട് കയറി പോകാൻ കഴിയുള്ളൂ. പിന്നെ മല കയറുമ്പോൾ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓടി കയറരുത്. പതുക്കെ ശരിക്കും നീലിമല, അപ്പാച്ചിമേട്, ഇതിനാണ് രണ്ടെണ്ണമാണ് കുത്തനെയുള്ള മലകൾ. ഇതാണ് തുടക്കത്തിൽ കയറുന്ന മലകളും. ആ മലകൾ സാവകാശം കയറി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മൊത്തം മലയും സുഗമമായിട്ട് തന്നെ നമുക്ക് കയറിപ്പോകാൻ കഴിയും. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പേസ് അല്ല ഉണ്ടാവുക. അപ്പോൾ കൂടെ ഉള്ളവരുടെ സ്പീഡിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് അതേ സ്പീഡിലേക്ക് പോകാൻ ശ്രമിക്കേണ്ടതല്ല. ഓരോരുത്തർക്കും അവരുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള രീതി വേണം നടന്ന് പോകേണ്ടത്. ഏത് സമയത്താണോ നമുക്ക് ഒരു നെഞ്ചുവേദനയോ ശ്വാസതടസ്സമോ അല്ലെങ്കിൽ തളർച്ചയോ അനുഭവപ്പെടുന്നത്, ആ സ്ഥലത്ത് തന്നെ അവിടെ നിൽക്കണം. അല്ലെങ്കിൽ അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. ആ സ്ഥലത്ത് ഇരിക്കണം. ഇരുന്ന് കഴിഞ്ഞാൽ വൈദ്യസഹായം തേടാനായിട്ടുള്ള നമ്പറുകളൊക്കെ നമ്മൾ സൈഡിലൊക്കെ കുറിച്ചിട്ടുണ്ട്. എമർജൻസി മെഡിക്കൽ സെൻ്ററുകൾ എല്ലാം ഒരു 19 എണ്ണം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ സ്റ്റാഫ് നേഴ്സുണ്ട്, ട്രെയിൻഡ് നേഴ്സുണ്ട്. അപ്പം ഈ ഒരു സെൻറ്ററിലേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പോകാൻ കഴിയും. അവിടെ നിന്നുള്ള സഹായം നേടിയെടുക്കാൻ കഴിയും. ഈ പ്രത്യേക മുൻകരുതലുകളെന്ന് പറഞ്ഞാൽ വ്യായാമം ഉണ്ടാകണം, ആഹാര ക്രമീകരണം വേണം. അതോടൊപ്പം തന്നെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, നമ്മളിപ്പം ആശുപത്രി ഈ ശബരിമല സീസണിൽ കാണുന്ന ഏറ്റവും പ്രധാന കാര്യം എന്ന് വെച്ചാൽ വ്രതം തുടങ്ങുമ്പോൾ തന്നെ എല്ലാ മരുന്നുകളും അങ്ങ് നിർത്തും. വ്രതത്തിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞിട്ടാണ് അവർ നിർത്തുന്നത്. ദയവ് ചെയ്ത് ഒരു കാരണവശാലും കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിരമായ രോഗങ്ങൾക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നും നിർത്താൻ പാടുള്ളതല്ല. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു ശ്വാസകോശ സംബന്ധമായ രോഗം, ഹൃദ്രോഗം, പ്രമേഹം. അപ്പം ഈ ഒരു അസുഖങ്ങളൊക്കെ ഉള്ള ജീവിതശൈലികളിൽ തുടർന്ന് പോകുന്ന രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തീർത്ഥാടന കാലങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതെന്തൊക്കെയാണ്? അതെ, ഡയബറ്റിസ് ഉള്ള ധാരാളം പേര് മല കയറാൻ വരുന്നുണ്ടാവും. അതുപോലെ ഹൃദ്രോഗമുള്ളവരും ശ്വാസകോശ രോഗം. പിന്നെ കോവിഡിന് ശേഷം ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് കോവിഡ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവരുടെ എണ്ണം കൂടുതലാണ്. അപ്പം തീർച്ചയായിട്ടും പോസ്റ്റ് കോവിഡിന് മറ്റ് എഫക്റ്റുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മലകയറ്റത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡയബറ്റീസ് ഉള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇൻസുലിൻ അടക്കമുള്ള എല്ലാ മരുന്നും അങ്ങ് നിർത്തിക്കളയും. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. ഗുളികകളായാലും ഇൻസുലിൻ ആയാലും അത് കൃത്യമായി എടുക്കുക തന്നെ വേണം. വരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരെ കണ്ട് ചെക്കപ്പ് നടത്തി ഷുഗർ ലെവലായാലും ഹൃദയത്തിൻ്റെ ലെവലായാലും പ്രഷറിൻ്റെ ലെവലായാലും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഫിറ്റ്നസ് വാങ്ങിച്ചതിന് ശേഷം വേണം അവർ മല കയറത്തിനായിട്ട് വരേണ്ടത്. ഡയബറ്റീസിൻ്റെ മരുന്നായാലും ഹാർട്ട് സംബന്ധമായ മരുന്നുകളായാലും പ്രഷറിൻ്റെ മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിലും അതൊക്കെ കൃത്യമായി കഴിച്ചുകൊണ്ടിരിക്കുക തന്നെ വേണം. പ്രഷർ ലെവലൊക്കെ ഏകദേശം നോർമൽ ഉള്ളപ്പം കയറുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെന്ന് പറഞ്ഞാൽ ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ടാവും, ഗുളികകൾ കഴിക്കുന്നുണ്ടാവും. അവരൊക്കെ അത് തന്നെ കരുതണം. അത് കൂടെ കരുതുകയും വേണം. ശ്വാസതടസ്സം മറ്റോ അനുഭവപ്പെടുകയാണെങ്കിൽ എമർജൻസി സെൻ്ററുകളിൽ ഓക്സിജൻ പാർലറുകളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ
പിന്നെ നാഡീമിടിപ്പ്, BP അല്ലെങ്കിൽ ഓക്സിജൻ സാച്ചുറേഷൻ ലെവലൊക്കെ തന്നെ ഈ സെൻറ്ററുകളിൽ പരിശോധിക്കും. അപ്പോൾ എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിലുള്ള ഹെൽപ്പ് അവർ നൽകുന്നതാണ്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, അതുപോലെ തന്നെ കുട്ടികളും പ്രായമായവരും ഒരുപാട് തീർത്ഥാടകരായിട്ട് ശബരിമലയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങൾ അത് എന്തൊക്കെയാണ്? അതാണ് പിന്നെ കുട്ടികൾ നമ്മളത് അവിടെ കാണുമെന്ന് വെച്ചാൽ കുട്ടികളാണ് ഏറ്റവും സന്തുഷ്ടരായിട്ട് കയറി പോകുന്ന മലകളിൽ കയറി പോകുന്നതായിട്ട് കാണുന്നത്. അവർ ചെയ്യുന്നൊരു കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെ കൂട്ടം തെറ്റി ഓടിക്കളയും. അവിടെ കുട്ടികൾക്ക് ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല. ഒന്നാമത്തെ കുഴപ്പം പറ്റുന്നത് ഈ കൂട്ടം തെറ്റലാണ്. നല്ല തിരക്കാണ്, ഒരു കാരണവശാലും കൂട്ടം തെറ്റി പോകാൻ പാടില്ല. അതൊന്ന്. രണ്ടാമത് നല്ല കുത്തനെയുള്ള മലയാണ്. എവിടെയെങ്കിലും ഒന്ന് വീണ് പോയാൽ അത് നമുക്ക് വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇത് രണ്ടും അല്ലാതെ മറ്റ് എന്തെങ്കിലും അസുഖമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അതിനുള്ളൊരു ഫിറ്റ്നസ് എടുത്തുകൊണ്ട് തന്നെ കയറണം. അല്ലാതെ കുട്ടികൾക്ക് പിന്നെ മല കയറി പോകുമ്പോൾ നമുക്ക് മറ്റൊരു കാരണം പ്രായമായക്കാലും കുട്ടികൾക്കായാലും ശരീരത്തിൽ ജലാംശം കുറയാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് വിയർക്കും. കുട്ടികളായാലും പ്രായമായുള്ളവരായാലും തന്നെ ഇപ്പം നമ്മൾ ഹെവി വർക്ക് എടുക്കുന്നൊരു ശൈലി ഇല്ലാത്തതുകൊണ്ട് സ്കൂളിൽ പോലും കളിക്കുന്നത് കുറവായതുകൊണ്ടും ഈ വിയർക്കുന്നത് ചിലപ്പം നമ്മൾ ഈ മല കയറുമ്പോൾ മാത്രമായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല ശുദ്ധജലം കുടിക്കാനുള്ള കരുതിയിരിക്കണം. ഈ കുടിക്കാനുള്ള വെള്ളം കരുതുമ്പം തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ടുപോകുന്നു വരത്തില്ല. പക്ഷേ അവിടെ എല്ലാം ടാപ്പുകളിൽ വെള്ളം ശുദ്ധജലം ലഭ്യമാണ്. ഇടയ്ക്ക് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ നല്ല ഫ്രൂട്ട് ജ്യൂസോ അങ്ങനെ വല്ലതും ഇടയ്ക്ക് ജലാംശം കുറയാതെ സൂക്ഷിക്കാൻ കുട്ടികളായാലും പ്രായമായവരായാലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രായമായവർ തീർച്ചയായിട്ടും വളരെ സ്ലോ പേസിൽ വളരെ സാവകാശം മാത്രമേ കയറി പോകാൻ പാടുള്ളൂ. ചെറുപ്പക്കാർ അരമണിക്കൂർ കൊണ്ട് ഞാൻ കയറും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം വീമ്പിളക്കും. അതൊന്നും കേട്ട് നമ്മൾ ഇളകേണ്ട കാര്യമില്ല. നമ്മൾ സാവകാശം കയറിയാൽ ഭംഗിയായിട്ട് ആ മല കയറി പോകാൻ കഴിയും. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, അതുപോലെ തന്നെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ശബരിമലയിലെ തീർത്ഥാടകർക്കായി നൽകുന്ന നിർദ്ദേശങ്ങൾ അതെന്തൊക്കെയാണ്? അതാണ് ശരിക്കും പറഞ്ഞാൽ ശബരിമലയിൽ ഈ 72 ദിവസം മകരവിളക്ക് കാലത്താണ് ഒരു തീർത്ഥാടന കാലം നടക്കുന്നത്. അതിന് മുന്നൊരുക്കങ്ങൾ ശരിക്കും ഒരു 3-4 മാസം മുമ്പോട്ട് തന്നെ നടക്കുന്നുണ്ട്. തീർച്ചയായും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ നിലയ്ക്കൽ, പമ്പ, സന്നിധാനം ഇവിടങ്ങളുടെ ആശുപത്രിയുണ്ട്. ടെമ്പററി ആയിട്ട് അപ്പാച്ചിമേട്ടിലും നീലിമലയിലും 2 കാർഡിയോളജി സെൻറ്ററുകളും നമ്മൾ ഈ തീർത്ഥാടന കാലത്ത് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം തന്നെ ഒരു 14-ാം തീയതിയോടുകൂടി തന്നെ നവംബർ മാസം 14-ാം തീയതിയോട് തന്നെ ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ഇതിന് പുറമേ ആയിട്ടാണ് ഈ ഓരോ പമ്പ ആശുപത്രിക്കും നീലിമല കാർഡിയോളജി സെൻറ്ററിൻ്റെ ഇടയ്ക്കായിട്ട് 3 എമർജൻസി സെൻറ്ററുകളുണ്ട്. അതുപോലെ നീലിമല കാർഡിയോളജി സെൻറ്ററിനും അപ്പാച്ചിമേട് കാർഡിയോളജി സെൻറ്ററിനും ഇടയ്ക്കും വീണ്ടും 3 എമർജൻസി മെഡിക്കൽ സെൻറ്ററുകളുണ്ട്. അതുപോലെ തന്നെ ബാക്കി സന്നിധാനത്ത് എത്തുന്നതിന് മുമ്പും അപ്പുറത്തെ സൈഡിൽ സ്വാമിയപ്പൻ റോഡിലും കുറേയധികം എമർജൻസി സെൻറ്റർ, മൊത്തം നമ്മളൊരു 19 എമർജൻസി മെഡിക്കൽ സെൻറ്ററുകളും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ചരൽമേടിലൊരു ഡിസ്പെൻസറി ഉണ്ട്. അതുപോലെ മകരവിളക്ക് സമയമാകുമ്പോഴത്തേക്കും കരിമലയിലും നമ്മളൊരു ഡിസ്പെൻസറി ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആശുപത്രികളിലെല്ലാം തന്നെ ആവശ്യം വേണ്ടുന്ന എല്ലാ മരുന്നുകളും ഉറപ്പാക്കുകയും അതിനോടൊപ്പം തന്നെ ആൻറ്റി സ്നേക്ക് വെനം, ആൻറ്റി റാബീസ് വാക്സിൻ ഇങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന മരുന്നുകളും ഹൃദ്രോഗികൾക്ക് ലൈസിസിനുള്ള ത്രോംബോലൈസിസിനുള്ള മരുന്നുകൾ, സ്ട്രോക്കിനുള്ള എമർജൻസി മാനേജ്മെൻറ്റ് മെഡിസിൻസ്, ഇങ്ങനെ എല്ലാത്തരം മെഡിസിൻസും നമ്മൾ ആവശ്യത്തിന് ഈ ആശുപത്രിയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അവിടെ നിലവിലുള്ള ആശുപത്രി സേവനങ്ങളെ പറ്റിയൊക്കെ ഡോക്ടർ സംസാരിച്ചു. അവിടെ ഇപ്പോൾ നിലവിലുള്ള ചികിത്സാ മാർഗങ്ങൾ അത് ഏതൊക്കെയാണ്? ആയുർവേദം, അലോപ്പതി, ഹോമിയോ അങ്ങനെ എല്ലാ രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങളും ഉണ്ടോ? അല്ലെങ്കിൽ എത്തരം ചികിത്സാ മാർഗങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്? ഈ തീർത്ഥാടന കാലത്ത് ആയുർവേദവും ഹോമിയോയും അലോപ്പതിയും അടക്കമുള്ള എല്ലാത്തരം ചികിത്സാ സംവിധാനങ്ങളും 3 DMOമാരുടെ നേതൃത്വത്തിൽ അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അലോപ്പതിയുടെ കാര്യത്തിൽ പറഞ്ഞാൽ നമ്മൾ എല്ലാ സ്പെഷ്യലിസ്റ്റുകളെയും അവിടെ ഈ സീസൺ കാലത്ത് അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ട്. കാർഡിയോളജിസ്റ്റുകളെയും പൾമണോളജിസ്റ്റുകളെയും മെഡിക്കൽ കോളേജിൽ നിന്നും ഫിസിഷ്യൻ, ഓർത്തോപീഡീഷ്യൻ, പീഡിയാട്രിഷ്യൻ എന്നിവരെയെല്ലാം നമ്മുടെ ഹെൽത്ത് സിസ്റ്റം സംവിധാനത്തിൽ നിന്നും പിന്നെ അസിസ്റ്റൻറ്റ് സർജന്മാരെയും എല്ലാ ആശുപത്രികളിലും
നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ സന്നിധാനത്തും പമ്പയിലും ആശുപത്രിയിലും എക്സ്റേ സൗകര്യം ലഭ്യമാണ്. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ ആശുപത്രികളിൽ ലാബ് ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ കുത്തനെയുള്ള കയറ്റം, ശബരിമലയിലേക്ക് കാനന പാതയുമൊക്കെ ഉള്ളത് കുത്തനെയുള്ള കയറ്റമാണ്. അപ്പോൾ അത്തരം പാതകളിലൂടെ കടന്നു പോകുമ്പോൾ ശ്വാസകോശ സംബന്ധമായ ആരോഗ്യ പ്രശ്നം ഉള്ള തീർത്ഥാടകർ എടുക്കേണ്ട മുൻകരുതലുകൾ അവർ എന്തൊക്കെയാണ്? നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവർ, ഇൻഹേലറൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉപയോഗം ഒരു കാരണവശാൽ നിർത്തിവെക്കരുത്. അത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുക തന്നെ വേണം. അതുപോലെ ഗുളികകളും കഴിക്കണം. അവരുടെ ഡോക്ടർമാരുടെ വ്യക്തമായ നിർദ്ദേശം വാങ്ങി തന്നെ വേണം അവിടെ വരാനുണ്ട്. പിന്നെ കുത്തനെ മല കയറുമ്പോൾ അവർക്കുണ്ടാകുന്ന ശ്വാസതടസ്സം ഉണ്ടാവുകയോ നെഞ്ചുവേദന അനുഭവപ്പെടുകയൊക്കെ ചെയ്താൽ ആ പറയുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുക. ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മുടെ എമർജൻസി കോൾ സെൻറ്ററിലേക്കുള്ള നമ്പറുകളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ നമ്പർ വിളിച്ചാൽ സ്ട്രെച്ചർ സർവീസ് വന്ന് അവരെ വേണ്ടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതല്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള, എത്താൻ പറ്റുമെങ്കിൽ തൊട്ടടുത്തുള്ള എമർജൻസി മെഡിക്കൽ സെൻറ്ററിൽ, അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാഫ് നഴ്സിനെയും ഒരു ട്രെയിൻ നഴ്സിനെയും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരവരുടെ ഓക്സിജൻ സാച്ചുറേഷൻ ലെവലും ഒക്കെ നോക്കിയിട്ട് അടിയന്തരമായിട്ട് വേണ്ടുന്ന ഓക്സിജൻ കൊടുക്കേണ്ട കേസാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ BP, പൾസ് ഇതെല്ലാം നോക്കി വേണ്ടുന്ന ഫസ്റ്റ് എയ്ഡ് ചികിത്സ അവർ നൽകുന്നതാണ്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, നമ്മൾ പൊതുവെ ഒരു കണ്ടുവരുന്നുണ്ട് ശബരിമലയിലേക്ക് ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ട്, അതായത് 6 മാസം പ്രായമായ കുഞ്ഞുങ്ങളെ അവർക്ക് ആദ്യമായി ഭക്ഷണം നൽകാനും മറ്റുമായിട്ട് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്തരം ആളുകൾ പോകുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? അവർ കരുതേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പൊടിക്കൊച്ചുകളെ കൊണ്ടുപോകുമ്പോൾ വെച്ച് നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് നമ്മൾ സ്ത്രീകളെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞിന് വേണ്ടുന്ന ആഹാരം നമ്മൾ എന്തായാലും ഒരു മണിക്കൂറിൻ്റെ, ചിലർക്ക് 1 മണിക്കൂർ എടുക്കും, ചിലർ 2 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ പോയി തിരിച്ചു വരാൻ എന്തായാലും 5-6 മണിക്കൂർ എടുക്കും. അപ്പോൾ കുഞ്ഞിനുള്ള ആഹാരവും ജലാംശവും ഉള്ള ആഹാര സാധനങ്ങൾ കരുതിയിരിക്കുക തന്നെ വേണം. 6 മാസം കഴിഞ്ഞായിരിക്കും അതിനെ പോകുന്നത്. അതുകൊണ്ട് ചെറിയ തോതിൽ കട്ടിയാഹാരം കൊടുത്തു തുടങ്ങുന്ന പ്രായമാണ്. അപ്പോൾ അത്തരം മറ്റ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്തൊക്കെ കരുതുന്നോ അതൊക്കെ തന്നെ കരുതേണ്ടി വരും. മുലപ്പാലിൻ്റെ ലഭ്യത ആ സമയത്ത് കിട്ടാതെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ തരത്തിൽ ഫ്ലൂയിഡ് ഡയറ്റും ലിക്വിഡ് ഡയറ്റും കൃത്യമായിട്ട് കൂടെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ നമ്മളൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കേരളത്തിൽ പൊതുവെ നല്ല മഴയുള്ള അന്തരീക്ഷമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ശബരിമലയിലും ശക്തമായ മഴയും മറ്റു നിരോധനാജ്ഞകളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ പകർച്ചവ്യാധികൾ ഉണ്ടാവാനുള്ള സാഹചര്യം കൂടുതലാണ്. ആ ഒരു നിലയിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്? അതാണ് നമ്മൾ പൊതുവിൽ മണ്ഡല മകരവിളക്ക് കാലം എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈ സീസണായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഇത്രയും വലിയ മഴ ഉണ്ടാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെച്ചാൽ ആ കുത്തനെയുള്ള പാതകളിൽ തെന്നാനുള്ള സാധ്യത കൂടുതലാണ്. നേരത്തെ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധയില്ലാതെ കയറിയാൽ പെട്ടെന്ന് തെന്നലും വഴുക്കലും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത് പ്രത്യേകിച്ചും പടിയുള്ള ഭാഗമാണ് നീലിമല അപ്പാച്ചിമേട് സ്ഥലത്ത്. മറ്റേ പാതയിൽ സ്വാമിയപ്പൻ റോഡിലാണെങ്കിൽ അങ്ങനെ പടികളില്ല, പടിക്കെട്ടുകളില്ലാത്ത സ്ഥലത്ത് തെന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തിരിച്ചിറങ്ങി വരുമ്പോഴാണ് മസിൽ ക്രാംസ് വരുന്നത്. ആ കാലിൻ്റെ മസിലുകളെല്ലാം ഇങ്ങനെ പിടിച്ചിട്ട് വല്ലാതെ കഴപ്പുണ്ട്. അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ കൂടെ തെന്നാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ നമ്മൾ ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ എല്ലാ സമയത്തും ഉള്ളതുപോലെ തന്നെ ഡെങ്കിപ്പനി, മലമ്പനി ഇതൊക്കെയുള്ള കൂടുതലായിട്ടുള്ള എല്ലാ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഈ സീസണുകളിൽ നമ്മുടെ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകം JHIമാരെയും അതിൻ്റെ സൂപ്പർവൈസേഴ്സിനെയും ഒക്കെ അവിടെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കൃത്യമായിട്ട് നടന്ന് ഈ ഉറവിട നശീകരണവും ഫോഗിങ്ങും സ്പ്രേയിങ്ങും കൃത്യമായ ഇൻ്റർവെല്ലുകളിൽ അവിടെ നടത്തുന്നുണ്ട്. അതിനായിട്ടും എല്ലാ ആഴ്ചയിലും ഓരോ ടീമിനെയായിട്ട് സ്റ്റേറ്റ് ഒട്ടാകെയുള്ള ടീമുകളെ ഡിവൈഡ് ചെയ്ത് ഓരോ 2 ആഴ്ച പീരീഡിലേക്ക് അവിടെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഫോഗിങ്, സ്പ്രേയിങ്ങും സോഴ്സ് റിഡക്ഷൻ ആക്ടിവിറ്റീസൊക്കെ
ചെയ്യുന്നുണ്ട്. ഇതിനും പുറമെയാണ് ആർക്കൊക്കെ പനിയുണ്ടോ അവരുടെയൊക്കെ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നവരാണെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ മലേറിയ സ്ക്രീനിങ്ങും നടത്തുന്നുണ്ട്. മലേറിയ അഥവാ കണ്ടെടുത്തുവാണെങ്കിൽ അപ്പം തന്നെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനു പുറമെയാണ് നമുക്ക് കുടിവെള്ളം, ശുദ്ധമായ കുടിവെള്ളം ഉപയോഗിക്കണം എന്ന് നമ്മൾ പ്രത്യേകം പറയാറുണ്ട്. കുടിവെള്ളവും അല്ലെങ്കിൽ ഫ്രൂട്ട്സും ഒക്കെ കഴുകാതുള്ള ഫ്രൂട്ട്സും ഒക്കെ ഉപയോഗിച്ച് വയറിളക്ക രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനായിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ഒരു സ്ക്വാഡിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഹോട്ടലുകളുടെ പരിശോധന വളരെ കർശനമായിട്ടും ശ്രദ്ധയോടെ നടക്കുന്നുണ്ട്. കുടിവെള്ളത്തിൻ്റെ പരിശോധനയും ഈ കോളയുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിലും ഒക്കെ ഉള്ള പരിശോധന നമ്മൾ കൃത്യമായിട്ട് നടത്തുക. പിന്നെ തീർത്ഥാടകർക്ക് കൊടുക്കുന്ന പ്രത്യേക നിർദ്ദേശങ്ങളിലൊന്നാണ്, നിങ്ങൾ ദയവ് ചെയ്ത് അവരുടെ വേസ്റ്റ് സാധനങ്ങൾ അവിടെ വലിച്ചെറിയരുത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കാണുന്നുണ്ട്, ആ കുടിവെള്ളം കുടിച്ച ഗ്ലാസ്സുകളൊക്കെ അവിടെ വാരി വലിച്ചിടും. അതിനകത്തൊക്കെ ചെറിയ 1 സെൻറ്റിമീറ്ററിനകത്തുള്ള വെള്ളം നിന്നാൽ പോലും നമുക്കെല്ലാവർക്കും അറിയാം കൊതുകും കൂത്താടികളും പെട്ടെന്ന് വളർന്നു വരും. അത് കൊതുകുജന്യ രോഗങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ കാര്യവും. പ്രത്യേകം ബിന്നുകൾ അവിടെ വെച്ചിട്ടുണ്ട്. ആ ബിന്നുകളിൽ മാത്രമേ വേസ്റ്റുകൾ ഇടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ധാരാളം വെള്ളം കുടിക്കണം, ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ കുടിക്കുമ്പോൾ നമുക്ക് എന്തായാലും മൂത്രമൊഴിക്കേണ്ട ആശങ്കയും ഉണ്ടാവും. അതിനായിട്ട് ഒരുപാട് ബയോ ടോയ്ലറ്റുകളും എല്ലാ സൈഡിലും 2 റോഡിലും പ്രത്യേക സൈഡുകളിൽ പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പലർക്കും നമുക്കുള്ളൊരു ടെൻഡൻസിയാണ് ബയോ ടോയ്ലറ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ പുറത്ത് മൂത്രമൊഴിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. അതിൽ നിന്നെല്ലാം തീർത്ഥാടകരെ ഒഴിവാകണം. അതിന് പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പായിട്ടും ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടും സഹകരിക്കേണ്ടതുണ്ട്. ഡോക്ടർ, നമ്മളിപ്പോൾ ഇത്ര നേരം സംസാരിച്ചു കൊണ്ടിരുന്നത് ശബരിമലയിലെ കാര്യങ്ങളാണ്. അപ്പോൾ ശബരിമലയ്ക്ക് പുറത്ത് മറ്റു ജില്ലകളിൽ ശബരിമലയിലെ തീർത്ഥാടകർക്കായി ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങളും അവർക്കൊരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളും അത് ഏതൊക്കെയാണ്? അതാണ് നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ടയിലാണ് പ്രധാനപ്പെട്ട ഇതെല്ലാം സൗകര്യങ്ങളും ഒരുക്കുന്നെങ്കിൽ പോലും പത്തനംതിട്ട ജില്ലയോടൊപ്പം തന്നെ കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലും വേണ്ടുന്ന തീർത്ഥാടകർക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ഏർപ്പാടാക്കുന്നുണ്ട്. എരുമേലിയിൽ ഒരു ആശുപത്രിയുണ്ട്. എരുമേലിയിലെ ആശുപത്രിയിലാണ് കൂടുതലായിട്ട് തീർത്ഥാടകർ അസുഖമായിട്ട് എത്താൻ സാധ്യതയുള്ള സ്ഥലത്ത്. അവിടെയും ഓർത്തോപീഡീഷ്യനും ഫിസിഷ്യനും അടക്കമുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ അടക്കം നമ്മളവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ബെഡുള്ള ആശുപത്രികളുണ്ട്. അപ്പോൾ ക്രമീകരണങ്ങളെല്ലാം അവിടെ ഏർപ്പാടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയിലും പീരുമേട്, വെണ്ടിപ്പെരിയ ആശുപത്രികളും നമ്മൾ പൂർണ്ണമായിട്ടും ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് സജ്ജമാക്കുന്നുണ്ട്. അതുപോലെ ഇടത്താവളങ്ങളിലും പ്രത്യേകം ക്ലിനിക്കുകളും കാര്യങ്ങളുമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. കോട്ടയം ജില്ലയിലാണെങ്കിൽ കോട്ടയത്തെ മെഡിക്കൽ കോളേജാണ് ഏറ്റവും ഫസ്റ്റ് റെഫറലായിട്ട് വരുന്നത് കോന്നി മെഡിക്കൽ കോളേജാണെങ്കിലും അത് കഴിഞ്ഞുള്ള എല്ലാ കേസുകളെയും കൈകാര്യം ചെയ്യുന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രത്യേകം വാർഡും അതിനുള്ള കാത്ത് ലാബ്, ന്യൂറോ സൗകര്യങ്ങളുമെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ കാത്ത് ലാബ് സൗകര്യങ്ങൾ പത്തനംതിട്ട ജില്ലയിലും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും അത്തരം ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, അതുപോലെ തന്നെ കൺട്രോൾ റൂമുകളും മറ്റും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ സംവിധാനങ്ങൾ, അതിൻ്റെ സേവനങ്ങൾ അതെങ്ങനെയൊക്കെയാണ്? പത്തനംതിട്ട പമ്പ ആശുപത്രിയിൽ ഒരു പ്രത്യേകമുള്ളൊരു കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ട്. ആ കൺട്രോൾ റൂം നമ്പർ നമ്മൾ എല്ലാ സ്ഥലത്തും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൺട്രോൾ റൂമിൽ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ് ഇങ്ങനെ പല ഭാഷകൾ അറിയാവുന്ന ആൾക്കാരെ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഭക്തർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ വരുന്ന ഭക്തരാണ് തീർച്ചയായിട്ടും ഈ മണ്ഡല മകരങ്ങളൊക്കെ സീസണുകളുള്ളത്. അവർക്ക് എവിടെയെങ്കിലും വെച്ച് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഈ കൺട്രോൾ റൂം നമ്പറിലേക്ക് വിളിച്ചാൽ അവർക്ക് വേണ്ടുന്ന സഹായം ഈ കൺട്രോൾ റൂമിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നതാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾക്കുള്ള സഹായം ചെയ്തു കൊടുക്കുന്നതാണ്. ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് പെട്ടെന്ന് എന്തെങ്കിലും കുഴഞ്ഞു കൊണ്ടുള്ള ബുദ്ധിമുട്ടോ ഉണ്ടായാൽ തൊട്ടടുത്ത് തന്നെ പോലീസ് അവൈലബിളാണ്, അല്ലെങ്കിൽ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ വോളണ്ടിയേഴ്സ് അവൈലബിളാണ്. അപ്പോൾ അവരോട് പറഞ്ഞാലും അവർ കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടുന്ന ഇമ്മീഡിയറ്റ് ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഇത് നമുക്ക് പ്രത്യേകം ഇപ്പം കണ്ടുവരുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കുഴഞ്ഞു വീണാലും ചിലപ്പോൾ അവരുടെ കൂടെ ഉള്ള ആൾക്കാർ ആ രോഗിയുടെ ആ തീർത്ഥാടകൻ്റെ കൂടെ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ കാണുന്ന ആരാണോ, ആ കുഴഞ്ഞു വീണുന്ന കാണുന്ന ആരാണോ അയാൾ തന്നെ തൊട്ടടുത്ത
പിന്നെ ഒന്നീ കൺട്രോൾ റൂമിലേക്ക് വിളിക്കാൻ കഴിയുക, അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ പോലീസ് അല്ലെങ്കിൽ ഈ സന്നദ്ധ സേവാ സംഘങ്ങൾ ഇങ്ങനെയൊക്കെ ലഭ്യമാണ്. അപ്പോൾ അവരുടെ സഹായം ചെയ്തു കൊടുക്കാൻ ഓരോ അയ്യപ്പനും മറ്റയ്യപ്പനും വേണ്ടി ആ ഒരു സഹായം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് നമ്മൾ CPR കൊടുക്കാനായിട്ട് ആരോഗ്യ പ്രവർത്തകർ മാത്രമല്ല, ബാക്കി അവിടെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന മറ്റ് പിന്നെ വിഭാഗങ്ങളിലുള്ളവർക്ക് കൂടെ ഉള്ള ട്രെയിനിങ് നമ്മുടെ പമ്പ ആശുപത്രിയിലെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും നൽകി വരുന്നുണ്ട്. അപ്പോൾ പൊതുവിൽ പൊതുജനങ്ങളായാലും സന്നദ്ധ സേവാ അംഗങ്ങളായാലും എല്ലാവരും തന്നെ CPR കൊടുക്കാൻ പഠിച്ചിരിക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. ആ CPR തന്നെ രക്ഷപ്പെടുത്തി നമ്മൾ ആശുപത്രിയിൽ എത്തിച്ചാൽ മാത്രമേ ഹൃദ്രോഗം വരുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. അപ്പോൾ CPR പരിശീലനവും ഇതിനു വേണ്ടിയുള്ള CPR പരിശീലനവും നിരന്തരമായി പമ്പ ആശുപത്രിയിൽ നടത്തി വരുന്നുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. നമ്മൾ നേരത്തെ സംസാരിച്ചു ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അത്തരം രോഗങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് അത്തരം കാര്യങ്ങൾ അവിടെ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് ചികിത്സ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്? അതാണ് ശരിക്കും പറഞ്ഞാൽ പമ്പയിലെ ആശുപത്രിയിലും നമ്മൾ സന്നിധാനത്ത് ആശുപത്രിയിലും ഒരു ഹൃദ്രോഗ ചികിത്സയ്ക്കുള്ള എല്ലാ സംവിധാനങ്ങളും ICU സംവിധാനം 28 ബെഡുള്ള ഒരു ആശുപത്രിയാണ് പമ്പ ആശുപത്രിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അതിനൂടെ 4 ICU ബെഡും ഉണ്ട്. അതുപോലെ തന്നെ സന്നിധാനത്തും ഒരു 14 ബെഡുള്ള ആശുപത്രിയും അതോടൊപ്പം തന്നെ 3 ICU ബെഡുകളുമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തെല്ലാം തന്നെ കാർഡിയോളജിസ്റ്റുകളെയും പൾമണോളജിസ്റ്റിനെയും ഫിസിഷ്യൻസിനെയും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു CPR കൊടുത്ത് നമ്മൾ പൾസേറ്റിംഗ് ഒരു രീതിയിൽ കിട്ടുന്ന ഒരു പേഷ്യൻറ്റിനെ തീർച്ചയായിട്ടും റിവൈവ് ചെയ്യാനുള്ള എല്ലാ മരുന്നുകളും ഈ പമ്പ ആശുപത്രിയിലും സന്നിധാനത്ത് ആശുപത്രിയിലും ലഭ്യമാണ്. ഈ സ്ഥലങ്ങളിലേക്ക് രോഗികളെ ഷിഫ്റ്റ് ചെയ്യാനുള്ള 4-വീലർ ആംബുലൻസുകൾ എന്നുവെച്ചാൽ ഈ കാനന പാതയിൽ കൂടെ ഓടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള 4-വീലർ ആംബുലൻസുകളും നമ്മൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതുണ്ടാകുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ വിവരം ഈ കൺട്രോൾ റൂമിൽ ആശുപത്രിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സേവനത്തിനുള്ള മെഡിക്കൽ ടീം അവിടെ എത്തിച്ചേരുകയും അവരെ ഷിഫ്റ്റ് ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന തുടർ ചികിത്സ കൊടുക്കുക ഇമ്മീഡിയറ്റ് നമുക്ക് കൊടുക്കാനും കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അതിനും പുറമെ കാത്ത് ലാബ് സൗകര്യം നമ്മൾ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മരണനിരക്ക് ചെറിയ തോതിലെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമുക്ക് മരണനിരക്ക് നന്നായി കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും പലപ്പോഴും അവിടെ മരണവും സംഭവിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒരു കാണുന്ന പ്രധാന കാര്യം വെച്ചാൽ എല്ലാ മരുന്നുകളും നിർത്തിയിട്ട് വരുന്ന രോഗികളെ പല പ്രാവശ്യവും നമുക്ക് കാണേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള മനപ്രയാസം ഉണ്ടാകുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് രോഗികൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രോഗികളല്ല, അവർ തീർത്ഥാടകരാണ്, അവർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കയറുമ്പം എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് അതിന് സഹായം അഭ്യർത്ഥിക്കാനുള്ളൊരു സമയവും നമുക്ക് സാവകാശവും അതിനകത്ത് കിട്ടണം. പിന്നെ കൂടുതൽ പേര് ഈ CPRൻ്റെ പരിശീലനം നേടിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം ഘട്ടങ്ങളിൽ വളരെ ഗുണകരമാണ്. വ്യക്തമാണ് ഡോക്ടർ. നമ്മൾ മുന്നേ സംസാരിച്ചു കോവിഡ് മറ്റു രോഗങ്ങൾ. അപ്പോൾ കോവിഡ് വന്നവർ ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിനായി എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട അവർക്ക് നൽകാനുള്ള ഒരു നിർദ്ദേശം എന്താണ്? കോവിഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ത്രോംബോട്ടിക് എപ്പിസോഡ്സ്, ത്രോംബോസിസ് വരാനുള്ള കൊറോണറി ആർട്ടറി ഡിസീസ് ആയാലും മറ്റു തരത്തിലുള്ള ത്രോംബോസിസ് ആയാലും വരുന്നതിൻ്റെ റേറ്റും വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രീ ചെക്കപ്പ് എല്ലാവർക്കും വളരെ നല്ലതാണ്. ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തിയതിന് ശേഷം വരുന്നത് എപ്പോഴും കുറച്ച് കൂടുതൽ നന്നായിരിക്കും. ചെറുപ്പക്കാരിലാണ് നമ്മളിപ്പം പോസ്റ്റ് കോവിഡിൽ പൊതുവെ പ്രായമായവരിൽ മാത്രമാണ് വന്നുകൊണ്ടിരുന്ന ഹാർട്ട് അറ്റാക്കിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഈ കുറച്ചുകൂടെ ചെറിയ ഏജ് ഗ്രൂപ്പിൽ വരുന്നൊരു രീതിയും പോസ്റ്റ് കോവിഡിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ചെറുപ്പക്കാരായാലും കുറച്ച് ചെറിയ തോതിലൊരു വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേണം മല കയറാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ കൊഴുപ്പ് കുറഞ്ഞ ആഹാരം. നമുക്കിപ്പോൾ പൊതുവേ ഉള്ളൊരു കാര്യം വെച്ചാൽ ആഹാര നിയന്ത്രണം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന തീർത്ഥാടകർ നല്ല വ്രതത്തോടെ വരുന്നുണ്ട്. പക്ഷേ മലയാളികൾ എത്രത്തോളം വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും നമ്മൾ പറയുന്നത് ആ വ്രതം കൃത്യമായിട്ട് പാലിച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൻ്റെ കൊഴുപ്പിൻ്റെ അളവിനെ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. പിന്നെ മദ്യപാനശീലം
നമ്മൾ ഉണ്ടെന്ന് പറയുന്നില്ല എങ്കിൽ പോലും ഈ വ്രതാനുഷ്ഠാന കാലത്ത് മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ചധികം സീഷേഴ്സ് വരുന്നൊരു ശരീരത്തിൽ സീഷേഴ്സ് വരുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അത് അങ്ങനെ വരുമ്പോഴും അങ്ങനെയുള്ള ഒരു അപ്പം തന്നെ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് ഡോക്ടേഴ്സിനോട് പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ അപ്പം തന്നെ പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സുഗമമാക്കാൻ ഉപകരിക്കും. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പാലയിൽ നിന്നും അജേഷാണ്. അജേഷ് ഡോക്ടറോട് ചോദിച്ചോളൂ. മാഡം, ഞാൻ വിളിച്ചത് എന്നാന്ന് വെച്ചാല് നമുക്ക് ഈ ആയുർവേദത്തിന്റെ അങ്ങനെ ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ആയുർവേദത്തിൻ്റെയും ഹോമിയോയുടെയും ഡോക്ടർമാർ, അതാത് DMOമാർ പോസ്റ്റ് ചെയ്ത ഡോക്ടർമാർ ഈ എല്ലാ സെൻറ്ററുകളിലും അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ നിലയ്ക്കൽ, പമ്പ, സന്നിധാനം ആശുപത്രികളിലൊക്കെ തന്നെ അവരുടെ സേവനം ലഭ്യമാണ്. അവരുടെ പ്രത്യേക കൗണ്ടറുകളും എല്ലാം അവിടെ ലഭ്യമാണ്. ശബരിമല തീർത്ഥാടകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇത് സംസാരിച്ചിരിക്കുന്നത്. നമ്മളോടൊപ്പം സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പൊതുജനാരോഗ്യ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറും ശബരിമല സ്റ്റേറ്റ് നോഡൽ ഓഫീസറുമായ ഡോക്ടർ AL ഷീജയാണ് ഉണ്ടായിരുന്നത്. ഡോക്ടർ, നന്ദി.